ഹേ ബോയ്, അങ്ങനെ എല്ലാ ആപ്പിൾ യൂസേഴ്സും കാത്തിരുന്ന ആ ഒരു ദിവസം, സെപ്റ്റംബറിലെ ആ ഒരു ദിവസം എന്നാണ് നമുക്ക് ഫൈനലി അറിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഐഫോൺ 15ൻ്റെയും 15 പ്രോവിൻ്റെയും ഫുൾ ലീക്സ് അല്ലെങ്കിൽ ഫുൾ ബ്രേക്ക് ഡൗൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഫോർ ഷുവർ. ആൻഡ് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ അറിവുകളും നിങ്ങൾക്ക് ഐഫോണെ പറ്റിയും ആപ്പിളിൻ്റെ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൽ മാത്രമാണ് നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ അടിപൊളി വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇനിയും കുറേ അടിപൊളി വീഡിയോസായിട്ട് ഞങ്ങൾക്ക് വരാനും പറ്റുള്ളൂ. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. നമ്മുടെ ഐഫോൺ 15ൻ്റെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് ആയിരുന്നു അതിൻ്റെ പേരെന്ന് പറയുന്നത്. നമുക്കൊരു അൾട്രാ എന്നുള്ള പേര് ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൽ ഫുൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അൾട്രാ എന്ന പേര് നമുക്കിവിടെ അടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കേട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഐഫോൺ 15, 15 പ്ലസ്, 15 പ്രോ ആൻഡ് 15 പ്രോ മാക്സ് എന്നീ പറഞ്ഞ 4 ഡിവൈസുകളെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു വീഡിയോ സംസാരിക്കാം. ഐഫോൺ 15ഉം 15 പ്ലസിനെയും നമുക്ക് നോൺ പ്രോ സീരീസ് എന്നും ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന പോലെ 15 പ്രോനെയും പ്രോ മാക്സിനെയും പ്രോ സീരീസ് എന്നും പറയാം. അതേപോലെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ഈ പറഞ്ഞ കമ്പാരിസൺ കൊണ്ടുവരാം. അപ്പോൾ പെട്ടെന്ന് എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ പറഞ്ഞ ഡിസ്പ്ലേന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് നോൺ പ്രോ സീരീസിലും പ്രോ സീരീസിലും 6.1 ഇഞ്ചും 6.7 ഇഞ്ചിലുമായിട്ടാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഡിവൈസ് എടുത്താലും രണ്ട് ഡിവൈസുകൾക്കും സെയിം ഡിസ്പ്ലേയുടെ സെയിം റേഷ്യോ ആയിരിക്കും. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേ ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നോൺ പ്രോ സീരീസിൽ വരുന്നത് 60 ഹെർട്സിൻ്റെ ആ ഒരു നോർമൽ ഡിസ്പ്ലേ തന്നെയായിരിക്കും. കാരണം പ്രോ സീരീസിൽ മാത്രമാണ് ആപ്പിൾ ആ ഒരു എന്താ പറയുക പ്രോ എക്സ്ട്രാ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ടാഗ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ പ്രോ സീരീസിലേക്ക് ഈ പറഞ്ഞ പ്രോ എക്സ്ട്രാ ഡിസ്പ്ലേ ആപ്പിൾ കൊണ്ടുവരാൻ ഇനിയും കുറച്ചും കൂടെ താമസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഡിസ്പ്ലേ മോഡിഫിക്കേഷനിൽ വരുന്നത് ഡൈനാമിക് ഐലൻഡാണ്. എല്ലാ ഡിവൈസുകൾക്കും, അതായത് നോൺ പ്രോ സീരീസുകൾക്കും പിന്നെ നമ്മുടെ പ്രോ സീരീസിലും ഡൈനാമിക് ഐലൻഡ് ഉണ്ടാകും. 14ലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൈനാമിക് ഐലൻഡ് ലഭിച്ചില്ല, ഒരു നോച്ചായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ 15 ഹോൾ സീരീസിലും നമുക്ക് ഡൈനാമിക് ഐലൻഡ് ലഭിക്കും. എല്ലാ യൂസേഴ്സിനും ആ ഒരു ഡൈനാമിക് ഐലൻഡ് പറയുന്നത് കുറച്ച് ഗിമ്മിക്ക് ആണെങ്കിൽ പോലും കുറേയധികം ആക്ടിവിറ്റീസ് ആ ഡൈനാമിക് ഐലൻഡിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 15 ഇറങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 14 പ്രോ റിലീസ് ആയപ്പോഴത്തേക്കും കുറേയധികം ഡെവലപ്പേഴ്സിന് അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡൈനാമിക് ഐലൻഡ് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി കുറേ ആപ്സുകൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ ഐഫോൺ 15ലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു കൊല്ലം ഗ്യാപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കൊല്ലം ഗ്യാപ്പിൽ തന്നെ കുറേയധികം ആപ്പുകൾ ഈ ഒരു ഡൈനാമിക് ഐലൻഡിന് വേണ്ടി മാത്രം കുറേയധികം ട്യൂക്സുകളും അതേപോലെ കുറേയധികം കസ്റ്റമൈസേഷനും ആപ്പുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ ആപ്പുകളിലും ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. അടുത്തത് ക്യാമറ സെക്ഷനിലേക്ക് പോകാം. ക്യാമറ സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ നോൺ പ്രോ സീരീസിൽ 48 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഫോട്ടോണിക് എഞ്ചിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അടിപൊളിയുള്ള ഫോട്ടോഗ്രാഫി നമ്മുടെ ഐഫോണിൽ കൊണ്ടുവരാൻ പറ്റും നോൺ പ്രോ സീരീസിൽ. ഇപ്പോൾ നമുക്കറിയാം കുറേയധികം അമേസിംഗ് ആയ ഫോട്ടോഗ്രാഫ്സ് ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ 48 മെഗാ പിക്സലും കൂടെ വരികയാണെങ്കിൽ എന്തായാലും നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആ ഐഫോൺ ഫോട്ടോഗ്രാഫിയുടെ ആ ലെവൽ കുറച്ചും കൂടെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പ്രോ സീരീസിലേക്ക് വരികയാണെങ്കിൽ ഓൺലി പ്രോ മാക്സിന് മാത്രം നമുക്ക് പെരിസ്കോപ്പ് ലെൻസും 6x സൂമും ലഭിക്കുന്നുണ്ട്. ഈ സെയിം സമയത്ത് പ്രോക്കാർ നോക്കുന്നതായിരിക്കും ഞാൻ എന്താ പൊട്ടനാ ആ ഒരു അവസ്ഥയായിരിക്കും പ്രോ എടുക്കുന്നവർക്ക്. പക്ഷേ പ്രോ എടുക്കുന്നവർക്ക് അതിൻ്റെ യൂസേജ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പെരിസ്കോപ്പ് ലെൻസും കൂടെ പ്രോ സീരീസിനും കൂടെ കൊടുക്കാമായിരുന്നു. ഈ പ്രോ ഓൺലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോ മാക്സിന് മാത്രമായിട്ട് ഈ ഒരു പെരിസ്കോപ്പ് ലെൻസ് കൊടുക്കേണ്ട ആവശ്യകതയില്ല, പ്രോവിനും കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളതിൽ യോജിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വീഡിയോയുടെ തൊട്ടകത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഡിവൈസിൻ്റെ ബോഡിയിലേക്ക് വരാം. ബോഡിയിലേക്ക് വരുമ്പോൾ നോൺ പ്രോ സീരീസിൽ നമുക്ക് വലിയ ബോഡിയിൽ
ചേഞ്ച് വരുന്നില്ല, ബോഡി ഫ്രെയിമിൽ വലിയ ചേഞ്ച് വരുന്നില്ല. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പ്രോ സീരീസിലേക്ക് വരികയാണെങ്കിൽ ടൈറ്റാനിയം ഫ്രെയിമിലായിരിക്കും നമ്മുടെ ബോഡി കൊണ്ടുവരുന്നത്. അതേപോലെ തിന്നസ്റ്റായ ബെസൽസും അതേപോലെ റൗണ്ടഡ് അല്ലെങ്കിൽ കേർവ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസും ആയിരിക്കും വരുന്നത്. നമ്മുടെ ഈ പറയുന്ന ബെസലുകളുടെ തിക്നെസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ 2017 മുതൽ ഈ വരുന്ന 2023-24 കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഐഫോണാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. കാരണം അത്രമാത്രം ഡിസ്പ്ലേയിലും അത്രമാത്രം ആ പറഞ്ഞ ബോഡി ഫ്രെയിമിലും ആപ്പിൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഇനിയും ആപ്പിളിൻ്റെ ബോഡി സൈസിൽ കുറ്റം പറയുന്ന ആൾക്കാർക്ക് ഇനി കുറ്റം പറയാനുള്ള ആ ഒരു ചാൻസ് ലഭിക്കില്ല. അടുത്തത് നമ്മുടെ ഈ ഓരോ ഡിവൈസിനെയും പവർ ചെയ്യുന്ന അതിൻ്റെ ചിപ്സെറ്റ്. ലാസ്റ്റ് ഇയറിൽ iPhone 14 Proയിൽ യൂസ് ചെയ്ത A16 ചിപ്സെറ്റ് ആയിരിക്കും നമ്മുടെ ഈ വട്ടം വരുന്ന iPhone 15ഉം 15 പ്ലസിലും. നോൺ പ്രോ സീരീസിൽ A16 ആയിരിക്കും. പ്രോ സീരീസിലേക്ക് നോക്കുമ്പോൾ A17 3 നാനോമീറ്ററിൽ ആർക്കിടെക്ചറിൽ വരുന്ന ഒരു ചിപ്സെറ്റ് ആയിരിക്കും. ഈ 3nm വരുന്ന ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ കുറേയധികം മാറ്റങ്ങൾ ഈ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചിപ്സെറ്റിൽ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ റാം ഒരിക്കലും ഈ പറയുന്ന ഐഫോണിൽ നോക്കാറില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ഈ റിപ്പോർട്ട് അനുസരിച്ച് നോൺ പ്രോ സീരീസുകൾക്ക് 6 GB റാമും പ്രോ സീരീസുകൾക്ക് 8 GB റാമുമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഐഫോണിൻ്റെ കാറ്റഗറിയിലേക്ക് പോകുകയാണെങ്കിൽ ഒരിക്കലും ഇന്നേ വരെ നമ്മൾ റാം അല്ലെങ്കിൽ റോം നോക്കി ഡിവൈസുകൾ പർച്ചേസ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ഡിവൈസ് അങ്ങനെ ഓടുമെന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ്. അടുത്തത് നമ്മുടെ ഈ പറഞ്ഞ ചാർജിങ് ആൻഡ് ബാറ്ററി എന്ന് പറയുന്നത്. ചാർജിങ്ങിലേക്ക് വരുമ്പോൾ എല്ലാ യൂസേഴ്സിനും അറിയാം, അല്ലെങ്കിൽ എല്ലാ ആപ്പിൾ ഫോളോ ചെയ്യുന്ന എന്തൂസിയാസ്റ്റിനും അറിയാം, ഇനി വരുന്ന iPhone 15 സീരീസിൽ ഒരു പുതിയ എറയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം USB-Cയിലേക്ക് ജമ്പ് ചെയ്യാണ്. അപ്പോൾ 14 Pro വരെയും എടുത്ത കൂട്ടുകാർക്ക് അല്ലെങ്കിൽ 14 Pro സീരീസ് കംപ്ലീറ്റ് ആയ കൂട്ടുകാർക്ക് അതൊരു ഹിസ്റ്റോറിക്കൽ ഡിവൈസായിട്ട് എടുത്തു വെക്കാം. കാരണം ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ ആ ഒരു ചാർജിങ് പോർട്ട് തീർന്ന ഒരു എറയാണ് iPhone 14 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹിസ്റ്റോറിക്കൽ ഡിവൈസായിട്ട് വരുന്ന വർഷങ്ങളിൽ എന്തായാലും മാറും. ആൻഡ് ഈ പറഞ്ഞ USB-C വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ബാറ്ററിയുടെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റായ ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് ആപ്പിൾ ജമ്പ് ചെയ്യും. കാരണം നമ്മുടെ ഈ പറഞ്ഞ 4 വേരിയൻറ്റിലും നല്ല രീതിക്കുള്ള ബാറ്ററി കപ്പാസിറ്റിയുടെ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ഏകദേശം 18-16% ഇൻക്രീസാണ് ഈ പറഞ്ഞ 4 മോഡലിലും വന്നിരിക്കുന്നത്. 3900 അതേപോലെ 4900 എന്നീ പറഞ്ഞ മില്ലിയാം പവറിലേക്കാണ് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളും ജമ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി ബാക്കപ്പ് ഈ വരുന്ന 15 സീരീസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവറിലും നമുക്ക് വരുന്നത് അല്ലെങ്കിൽ പവർ സപ്ലൈയിൽ നമുക്ക് വരുന്നത് C ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ ഉള്ള 20 വാട്ട്സിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ വാട്ട്സ് കൂടിയ ആ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിലേക്കും ആപ്പിൾ പോകുന്നുണ്ട്. ഇനി പ്രോ സീരീസിൽ മാത്രം വരാൻ പോകുന്ന ഒരു ചെറിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈയിലാണ്. Wi-Fi 6E നമ്മുടെ ഈ പറയുന്ന പ്രോ സീരീസിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് പ്രോ സീരീസിൽ ലഭിക്കുന്നതാണ്. ആൻഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ സിം ട്രേയും കാര്യങ്ങളും അമേരിക്കയിൽ ഉണ്ടാവില്ല. അതിലെപ്പോഴും നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക് സിം മാത്രമാണ് ഈ വട്ടവും നമുക്ക് ലഭിക്കുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ iOS 17. യെസ്, iOS 17 ഗോണ ഹ്യൂജ് ബ്ലാസ്റ്റ് ഇൻ iPhone 15. കാരണം നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്നത് റിലീസായ ബീറ്റ 3 ആണ്. ഈ ഒരു ബീറ്റ 3-നുള്ളിൽ തന്നെ ആപ്പിൾ ഏകദേശം 200ഓളം അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ ചേഞ്ചസുകളും കൊണ്ടുവന്നിട്ടുണ്ട് iOS 17-ൽ. ബീറ്റ 1-ൽ തന്നെ 100-ന് മേലെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ അപ്ഡേഷൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത് iPhone 15-ലേക്ക് നോക്കിയിട്ടായി. നമ്മളൊരു OS ആപ്പിൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ ജൂണിൽ WW23-ൽ നമുക്ക് ഒരു പുതിയ ഫ്രഷ് ഫീലിംഗ് ആയിട്ടുള്ള ഒരു OS ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനെ ബന്ധപ്പെടുത്തിയായിരിക്കും അടുത്ത വരുന്ന ഐഫോണുകളും ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ iOS 7-ൽ കുറേയധികം മാറ്റങ്ങളുണ്ട്. അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ എൻഹാൻസ് ചെയ്ത് അതിനൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവന്നിട്ടായിരിക്കും iPhone 15-ലും ഈ പറഞ്ഞ OS റൺ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ iPhone 15 എടുക്കുന്നവർക്ക് iOS 17 യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആയി തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക,
എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, എസ്പെഷ്യലി ആപ്പിൾ ലവേഴ്സിന്. സോ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ എനേബിൾ ചെയ്യണം. കാരണം നമ്മുടെ ചാനൽ ഇപ്പോഴും കുറേയധികം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. ദയവായി സപ്പോർട്ട് ചെയ്യുക, കാരണം നിങ്ങളാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താത്തുന്നുണ്ട്. ഗോ ഫോളോ മീ Instagram too. And thank you so much for watching this whole video. This is Xavier signing from Evika.